Hi all, welcome back. EET 283 നമ്മുടെ പവർ എഞ്ചിനീയറിംഗ് ഇൻട്രൊഡക്ഷൻ ടു പവർ എഞ്ചിനീയറിംഗ് നമ്മുടെ മൈനർ കോഴ്സിന്റെ മൊഡ്യൂൾ 2ന്റെ ഫസ്റ്റ് ലെക്ചർ സീരീസ് ആണ്. ഇവിടെ എന്താ വെച്ചാൽ നമ്മൾ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ചെയ്യാണ്ട് പേടിക്കാനൊന്നുമില്ല, സിമ്പിൾ ആണ്. അതിന്റെ അപ്പോൾ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടേംസ് എന്തൊക്കെയെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതായത് ലോഡ് കർവ്, ലോഡ് ഡ്യൂറേഷൻ കർവ്, ലോഡ് ഫാക്ടർ, ഡൈവേഴ്സിറ്റി ഫാക്ടർ, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് എന്തൊക്കെയെന്നാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വണ് ടൈപ്സ് ഓഫ് ലോഡ്സ്. എന്തൊക്കെ ടൈപ്പ് ലോഡ് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ലോഡ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഇറ്റ് മേ ബി റെസിസ്റ്റീവ് ആവാം, അതായത് ഇലക്ട്രിക് ലാമ്പ് ആവാം. ഇൻഡക്റ്റീവ് നേച്ചർ എന്ന് പറഞ്ഞാൽ ഇൻഡക്ഷൻ മോട്ടർ ആവാം. അല്ലെങ്കിൽ കപ്പാസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കോമ്പിനേഷൻ, കപ്പാസിറ്റീവ് ഓർ സം കോമ്പിനേഷൻ. ഓക്കെ, a device which taps electrical energy from the electrical power system is called a load on system. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട് എടുത്തു കഴിഞ്ഞാൽ അതിൽ ബൾബ് ലൈറ്റ് ഇടും, അതിനെ നമ്മൾ ലോഡായിട്ടാണ് കൺസിഡർ ചെയ്യുക. മിക്സി വർക്ക് ചെയ്യും, അത് ലോഡായിട്ടാണ് കൺസിഡർ ചെയ്യുക. ഫാൻ വർക്ക് ചെയ്യും, അത് ലോഡായിട്ട് ഫാൻ ലോഡ്, ലാമ്പ് ലോഡ്, അങ്ങനെയാണ് പറയുക. അപ്പോൾ അതിന്റെ ഉള്ളിൽ നമ്മൾ അത് വീടിന്റെ കേസിൽ. ഇനി അതല്ല, നമ്മൾ അതിന്റെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ വീടുകളുണ്ട്, ഇൻഡസ്ട്രീസ് ഉണ്ട്, പിന്നെ നമ്മളെ ഷോപ്പുകളുണ്ട്. അതിനെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, വേരിയസ് ടൈപ്സ് ഓഫ് ലോഡ്സ് ഓൺ പവർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഡൊമസ്റ്റിക് ലോഡ്, കൊമേഴ്ഷ്യൽ ലോഡ്, ഇൻഡസ്ട്രിയൽ ലോഡ്. എന്താ ഡൊമസ്റ്റിക് ലോഡ്? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എന്താണ് ഫാന്, ലൈറ്റ്, റെഫ്രിജറേറ്റർ, ഹീറ്റ്, ടെലിവിഷൻ, സ്മോൾ മോട്ടോഴ്സ് ഒക്കെ ഉള്ള ഇതിനാണ് നമ്മൾ ഡൊമസ്റ്റിക് ലോഡ് പറയാം. മോസ്റ്റ് ഓഫ് ദ റെസിഡൻഷ്യൽ ലോഡ് എന്താണ്, ഒക്കേഴ്സ് ഓൺലി ഫോർ സം അവേഴ്സ് ഡ്യൂറിംഗ് ദ ഡേ. അതായത് പകല് കുറച്ചേ ഉണ്ടാവുള്ളൂ. എക്സാമ്പിൾ ദാറ്റ് ഇസ് 24 അവേഴ്സിൽ. ഇനി ലൈറ്റിംഗ് ലോഡ് ഒക്കേഴ്സ് എപ്പോഴാണ്? നൈറ്റിലാണ് നമുക്ക് ലൈറ്റിംഗ് ലോഡ് ഉണ്ടാവുക. നിങ്ങളൊന്ന് ആലോചിക്കുക, ഒരു 3 മണിയാകുമ്പോഴേക്ക്, അല്ല വൈകിട്ട് 6 മണിയാകുമ്പോഴത്തെ എന്ത് ചെയ്യും, നമ്മൾ ലൈറ്റ് ഇടാൻ തുടങ്ങും അല്ലെ? ലൈറ്റ് ഇടും. അപ്പൊ നമ്മളെ ഒരുവിധ എല്ലാ വീട്ടിലും എന്താണ് ലൈറ്റിംഗ് ലോഡ് ഉണ്ടാവുക എപ്പോഴാണ്? ഈ രാത്രി ടൈമിലാണ് അല്ലെ? ഡൊമസ്റ്റിക് അപ്ലയൻസ് ലോഡ് ഒക്കേഴ്സ് ഓൺലി ഫോർ എ ഫ്യൂ അവേഴ്സ്. അതായത് മിക്സി കുറച്ചേരെ വർക്ക് ചെയ്യുള്ളൂ, ഗ്രൈൻഡർ കുറച്ചേരെ വർക്ക് ചെയ്യുള്ളൂ, അപ്പോൾ മോട്ടർ കുറച്ചേരെ വർക്ക് ചെയ്യുള്ളൂ. ഇതുകൊണ്ട് തന്നെ ലോഡ് ഫാക്ടർ എന്താണ് ഇവിടെ 10% to 12% ഏതിൽ വരുന്നു? ഡൊമസ്റ്റിക് ലോഡ്. വാട്ട് ഈസ് കൊമേഴ്ഷ്യൽ ലോഡ്? കൊമേഴ്ഷ്യൽ ലോഡ് കൺസിസ്റ്റ് ഓഫ് ലൈറ്റിംഗ്. ഏതിലൊക്കെയാണ്? ഷോപ്പിന്, അതുപോലെ ഫാൻസ്, ഇലക്ട്രിക് അപ്ലയൻസസ് യൂസ്ഡ് ഇൻ റെസ്റ്റോറൻറ്റ്സ്, ഇതൊക്കെ കൊമേഴ്ഷ്യൽ ലോഡാണ്. ദിസ് ക്ലാസ് ഓഫ് ലോഡ് ഒക്കേഴ്സ് ഫോർ മോർ അവേഴ്സ് ഡ്യൂറിംഗ് ദ ഡേ. നിങ്ങൾ നോക്കി നോക്കിയ ഷോപ്പും ഇതൊക്കെ പകലല്ലേ കൂടുതൽ ഉണ്ടാവുമല്ലോ. ഡൊമസ്റ്റിക് ലോഡിനെക്കാട്ടും കൂടുതൽ എന്തുണ്ടാവും? പകലത് വർക്ക് ചെയ്യും. അപ്പൊ കൊമേഴ്ഷ്യൽ ലോഡ് ഹാസ് സീസണൽ വേരിയേഷൻ ഡ്യൂ ടു ദ എക്സ്റ്റൻസീവ് യൂസ് ഓഫ് എയർ കണ്ടീഷണേഴ്സ് ആൻഡ് സ്പേസ് ഹീറ്റേഴ്സ്. നമ്മളുടെ നല്ല തണുപ്പുള്ള ടൈമിൽ നമ്മൾ ഫുൾ ടൈം എ സി നല്ല ഫുൾ ഇതിലൊന്നും വർക്ക് ചെയ്യിക്കില്ല അല്ലെ? അപ്പൊ സീസണൽ വേരിയേഷനും കൊമേഴ്ഷ്യൽ ലോഡിനുണ്ട്. വാട്ട് ഈസ് ഇൻഡസ്ട്രിയൽ ലോഡ്? ഇൻഡസ്ട്രിയൽ ലോഡ് കൺസിസ്റ്റ് ഓഫ് ലോഡ് ഡിമാൻഡ് ബൈ ഇൻഡസ്ട്രീസിന് വേണ്ടിയിട്ട്. അപ്പൊ എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻഡസ്ട്രിയൽ ലോഡ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രി. ഏത് ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രി എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇരിക്കുന്നത് ഇൻഡസ്ട്രിയൽ ലോഡ്. ദ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി റിക്വയർസ് ലോഡ് അപ് ടു 25 കിലോവാട്ട്. മീഡിയം സ്കെയിൽ ഇൻഡസ്ട്രി 25 കിലോവാട്ടും ആൻഡ് 100 കിലോവാട്ടിന്റെ ഇടയിൽ. ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രി ആണ് 500 കിലോവാട്ട്. അപ്പൊ നമ്മൾ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി മാക്സിമം 25 കിലോവാട്ട് വരെയുള്ള ലോഡാണ് സ്മോൾ സ്കെയിൽ ആയിട്ട് നമ്മൾ പറയുന്നത്. മീഡിയം സ്കെയിൽ പറഞ്ഞു കഴിഞ്ഞാൽ 25 തൊട്ടിട്ട് 100 കിലോവാട്ട് വരെയുള്ള. ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രി പറഞ്ഞു കഴിഞ്ഞാൽ 500 കിലോവാട്ടിന്റെ എബവ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഇൻഡസ്ട്രിയൽ ലോഡ് ഇതാക്കില്ല. അത് ഒരിക്കലും വെതർ ഡിപ്പെൻഡന്റ് അല്ല. അടുത്ത മുനിസിപ്പൽ ലോഡ്. മുനിസിപ്പൽ ലോഡ് എന്താണ്? സ്ട്രീറ്റ് ലൈറ്റിംഗ്, പവർ റിക്വയർഡ് ഫോർ വാട്ടർ സപ്ലൈ, ഡ്രെയിനേജ് പർപ്പസസ്, സ്ട്രീറ്റ് ലൈറ്റിംഗ്, ഇതൊക്കെ കൂടി വരുന്നതാണ് എന്ത് വരുന്നത്? മുനിസിപ്പൽ ലോഡ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക, നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇറിഗേഷൻ ലോഡ് എന്താണ്? നമ്മുടെ ഇലക്ട്രിക് പവർ പമ്പ് ഡ്രിവൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് രാത്രി എന്താണ് പറയുക, ജനറലി ദിസ് ടൈപ്പ് ഓഫ് ലോഡ് ഇസ് സപ്ലൈഡ് ഫോർ 12 അവേഴ്സ് ഡ്യൂറിംഗ് നൈറ്റ്. നൈറ്റിലാണ് ഇത് ഓൺ ചെയ്തത്. ട്രാക്ഷൻ ലോഡ്. എന്താണ് ട്രാക്ഷൻ ലോഡ്? ഈ ട്രാം കാർസ്, ട്രോളി ബസ്സസ്, റെയിൽവേസ്, ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് ട്രാക്ഷൻ ലോഡ്. ഈ ക്ലാസ്സിലുള്ള ഇതെന്താ വെച്ചാൽ വൈഡ് വേരിയേഷൻ ഉണ്ടാവും. കാരണം ഡ്യൂറിംഗ് മോർണിംഗ് അവർ ഇറ്റ് റീച്ചസ് പീക്ക് വാല്യൂ. ബിക്കോസ് നമ്മൾ ഈ ഓഫീസിലൊക്കെ ഏറ്റവും കൂടുതൽ പോവുക മോർണിംഗിലല്ലേ, അപ്പോൾ കൂടുതൽ വണ്ടികൾ ഉണ്ടാവും. പിന്നെ ആഫ്റ്റർ മോർണിംഗ് അവേഴ്സ് ലോഡ് സ്റ്റാർട്ട്സ് ഡിക്രീസിങ് ആൻഡ് അഗൈൻ എവിടെ ഈവനിങ്ങിൽ എന്ത് ചെയ്യും, അത് കൂടുതലാവും. നെക്സ്റ്റ് വേരിയബിൾ ലോഡ് ഓൺ പവർ സ്റ്റേഷൻ. ഒരിക്കലും ഒരു പവർ സ്റ്റേഷനിൽ എന്ത് ചെയ്യില്ല, ലോഡ് കോൺസ്റ്റന്റ് ആയിട്ട് ഇരിക്കില്ല. അതാണ് പറയുന്നത് ദ ലോഡ് വേരീസ് ഫ്രം ടൈം ടു ടൈം ഡ്യൂ ടു അൺസർട്ടൺ ഡിമാൻഡ്സ് ഓഫ് കൺസ്യൂമേഴ്സ്. ചില സമയത്ത് കാണാൻ നമുക്ക് നല്ല ചൂടുള്ള കാലത്തിന് കുറെ പേര് എ സി ഇടും, ചിലപ്പോൾ എ സി ഇടില്ല പകല്, അങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കും. അത് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് വേരിയബിൾ ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് വേരിയബിൾ ലോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. ഇനി ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഡ് റിക്വയർമെന്റ്സ് ഓഫ് കൺസ്യൂമേഴ്സിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്, പവർ സ്റ്റേഷൻ.
Okay, an ideal load on the station from standpoint of equipment needed and operating routine would be one of constant magnitude and steady duration. Normally, constant magnitude steady duration വേണമെന്ന് പറയാം. പക്ഷേ, however, such a steady load on the station is never realized in actual practice. Actual practice ൽ ഒരിക്കലും അത് പറ്റില്ല. The consumers require their small or large block of power in accordance with the demands of their activity. ഈ consumers ഉണ്ടല്ലോ, the consumer require their small or large block of power. അവർക്ക് ചിലപ്പോൾ കുറച്ച് വേണ്ടി വരും, ചിലപ്പോൾ കൂടുതൽ വേണം, അവരുടെ ഡിമാൻഡിനനുസരിച്ചിട്ട് വേണ്ടി വരും. Thus, the load demand of one consumer at any time may be different from that of the other consumer. The result is that load on the power station varies from time to time. ഒന്നും വേണ്ട, നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ കാര്യം എടുക്കുക. ഇന്ന് നമ്മൾ എത്ര ഫാൻ ഇടുന്നു അത്രത്തോളം ചിലപ്പോൾ നാളെ ഇടേണ്ടി വരില്ല. നാളെ ചിലപ്പോൾ വീട്ടിൽ നമ്മൾ ഉണ്ടാവില്ല, ചിലപ്പോൾ നാട്ടിൽ നാളെ വല്ല ഫംഗ്ഷൻ ഉണ്ടാവും. അപ്പൊ അത് ഇങ്ങനെ ടൈം ടു ടൈം ആയിട്ട് കൺസ്യൂമറിന് തന്നെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും, വേരി ചെയ്തുകൊണ്ടിരിക്കും. The variable load on a power station introduces many perplexities in its operation. അതെന്തൊക്കെയാണ്? ഒന്ന് need of additional equipment. എന്തിനാണ് additional equipment വരുന്നത്? The variable load on a power station necessitates to have additional equipment in order to meet the additional load demand. Additional load demand വന്നത് increase in production cost. The variable load on the plant increases. അതായത് ഈ ലോഡ് ഇങ്ങനെ വേരി ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ എന്താണ്, നമ്മളുടെ പ്ലാന്റിന്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ചെയ്യും, ഇൻക്രീസ് ചെയ്യും. A number of alternatives of different capacities are installed so that most of the alternatives can be operated at nearly full load capacity. അപ്പോൾ ചിലയിടത്ത് എന്താ വെച്ചാൽ ജനറേറ്റിംഗ് സ്റ്റേഷനിൽ ഒറ്റയ്ക്ക് ഇതാക്കണ ഒരു സർട്ടൻ ഒരു 4-5-6 ജനറേറ്റിംഗ് സ്റ്റേഷൻ ഉണ്ട്. അപ്പൊ അത് വെച്ചിട്ട് എന്ത് ചെയ്യും, നമ്മൾ ലോഡിനനുസരിച്ചിട്ട് അത് എന്ത് ചെയ്യും, ഓപ്പറേറ്റ് ചെയ്യും. ഓക്കെ, അവർ ദി യൂസ് ഓഫ് നമ്പർ ഓഫ് ജനറേറ്റർ യൂണിറ്റ്സ് ഇൻക്രീസസ് ഇനീഷ്യൽ കോസ്റ്റ്. പക്ഷെ ഇനീഷ്യൽ കോസ്റ്റ് പെർ KW കൂടുമെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ച് എന്താണ് പറയാ, നമുക്ക് മെച്ചങ്ങളൊക്കെ കിട്ടും. എന്നാൽ പോലും ഇനീഷ്യൽ KW ഇൻക്രീസ് ചെയ്യും, മാത്രമല്ല ഫ്ലോർ ഏരിയ റിക്വയർഡ് എന്താണ് കൂടും. This leads to increase in production of cost of energy. Now, base load and peak load on power station. എന്താണ് ഈ ബേസ് ലോഡ്, എന്താണ് പീക്ക് ലോഡ് ഓൺ പവർ സ്റ്റേഷൻ എന്നാണ് നോക്കുന്നത്. ഓക്കെ, the changing load on the power station makes its load curve of variable nature. നമ്മളുടെ പവർ സ്റ്റേഷനിൽ നമ്മൾ പറഞ്ഞു എന്ത്, ലോഡ് വേരിയേഷൻ കർവ്. അപ്പൊ ഈ ലോഡ് വേരിയേഷൻ തന്നെ അതിനെന്ത് ചെയ്യും, ഈ ലോഡ് കർവിന്റെ നേച്ചർ തന്നെ എന്താണ്, വേരിയബിൾ ആക്കി മാറ്റിയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഒരു ടിപ്പിക്കൽ ലോഡ് കർവിന്റെ പവർ സ്റ്റേഷന്റെ ഫിഗർ. ഇതില് ഒരു കാര്യം ക്ലിയർ ആണ്, ടൈം ടു ടൈമിൽ, ഇതാണ് ടൈം എക്സ് ആക്സിസിലും, ലോഡ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, മെഗാവാട്ടിലാണ് കേട്ടോ, വൈ ആക്സിസിലും എടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാല് ടൈം ടു ടൈമിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ. ഫോർത്ത് ടൈമിനാണെങ്കിൽ ഇത്ര ആയിരിക്കും ലോഡ്, അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. However, a close look at the load curve reveals that load on the power station can be considered into two parts. അപ്പൊ ഇത് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് പാർട്ടായിട്ട് ഇതാക്കാം. ഒന്ന് പീക്ക് ലോഡും, ഒന്ന് ഏറ്റവും കുറവിൽ നിൽക്കുന്ന ലോഡ് ബേസ് ലോഡും. അതങ്ങനെയാണ് ഇത് ബേസ് ലോഡും പീക്ക് ലോഡും ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്നുമില്ല, ഒരു സബ്സ്റ്റേഷനിൽ നമ്മൾ എന്ത് ചെയ്യും, ഓരോ ടൈം 24 മണിക്കൂറിൽ ഓരോ മണിക്കൂറിലും അല്ലെങ്കിൽ നമ്മൾ ടൈം ഡിഫൈൻ ചെയ്യും, ഓരോ മണിക്കൂർ വെച്ചിട്ടാവും നോർമലി എടുക്കുക, ഓരോ മണിക്കൂറിലും ഉണ്ടാവുന്ന ലോഡ് എത്രയാണെന്നുള്ളത് ചെക്ക് ചെയ്യും. അപ്പൊ അതിൽ ചിലത് പീക്ക് ലോഡ് ഉണ്ടാവും, ചിലത് ബേസ് ഉണ്ടാവും. അപ്പൊ ആ ബേസ് ആയിട്ട് നിൽക്കുന്ന ബേസ് ലോഡും പീക്ക് ലോഡായിട്ട് കൺവേർട്ട് ചെയ്യും. അങ്ങനെയാണ് ഡിഫൈൻ ചെയ്യും. അങ്ങനെ രണ്ടെണ്ണം വന്നിരിക്കുന്നത്. The unvarying load which occurs almost the whole day on the station is known as base load. അതായത് അൺവേരി ചെയ്യുന്ന ലോഡ് ഓൾമോസ്റ്റ് ഒരു ഡേ ഉണ്ടാവുന്നതിനാണ് നമ്മൾ എന്താ പറയുക, ബേസ് ലോഡ് എന്ന് പറയാം. It is clear that 20 megawatt of the load has to be supplied by the station at all times. എപ്പോഴും എന്ത് ചെയ്യണം, ഡേയിലും നൈറ്റ് ആണെങ്കിലും ഈ 20 മെഗാവാട്ട് എന്ത് ചെയ്യണം, ത്രൂ ഔട്ട് 24 hours വേണം. പിന്നെ 20 മെഗാവാട്ട് is the base load of the station. അതുകൊണ്ടാണ് നമ്മൾ 20 മെഗാവാട്ടിന്റെ ബേസ് ലോഡ് ഓഫ് ദ സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ നേച്ചർ എപ്പോഴും എന്തായിരിക്കും, കോൺസ്റ്റന്റ് ടൈപ്പ് ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് ഇത് നമുക്ക് സ്യൂട്ടബിളി നമുക്ക് എന്ത് ചെയ്യാം, വിത്തൗട്ട് ഒരു പ്രോബ്ലം ഇല്ലാതെ നമുക്ക് പവർ സ്റ്റേഷൻ എന്ത് ചെയ്യാൻ പറ്റും, സപ്ലൈ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് പീക്ക് ലോഡ്. The various peak demands of load over the above base load of the substation is known as peak load. വേരിയസ് ആയിട്ടുള്ള ഈ പീക്ക് ഒരു നോക്കി ഒരു 10 മണി വരെ എന്താണ്, ഒരു 8 മണിയാകുമ്പോൾ പീക്കാണ്. അതായത് നമ്മൾ രാവിലെ ലൈറ്റ് ഒക്കെ ഇട്ട് ഇസ്തിരിപ്പെട്ടൊക്കെ വെച്ച് തേക്കുന്ന ടൈമാണ്. ഇത് വൈകിട്ട് നമ്മൾ TV ഇതൊക്കെ കാണുന്ന ടൈം. അങ്ങനെ ഇവര് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ 20 പറഞ്ഞ 10 മണി, 20 പറഞ്ഞു കഴിഞ്ഞാൽ 8 മണിയാണ്. ഓക്കെ, then referring to the load curve, it is clear that there are peak demands of load excluding base load. Base load കൂടാതെ തന്നെ peak demands ഉണ്ട്. These peak demands of station generally form a small part of the
total load and may occur throughout the day. ഇത് ടോട്ടൽ ലോഡിന്റെ ഒരു സ്മോൾ പാർട്ട് ഓഫ് ദ ടോട്ടൽ ലോഡ് ആണ് ഈ വരുന്നത്. ഓക്കെ, ദ ടോട്ടൽ ലോഡ് ഓൺ പവർ സ്റ്റേഷൻ കൺസിസ്റ്റ് ഓഫ് ടു പാർട്സ്. എന്തൊക്കെയാണ് ടോട്ടൽ ലോഡ്? ഏതൊക്കെയാണുള്ളത്? ബേസ് ലോഡും ഉണ്ട്, പീക്ക് ലോഡ്. ഇൻ ഓർഡർ ടു അച്ചീവ് ഓവറോൾ എക്കോണമി, the best method to meet load is to interconnect two different power stations. The more efficient plant is used to supply base load and is known as base load power station. The less efficient plant is used to supply peak loads and is known as peak load power station. ഇതിന് ഇവരെ ഒരു സൊല്യൂഷൻ കാണുന്നത് വെച്ചാൽ രണ്ട് പവർ സ്റ്റേഷൻ നമ്മൾ ഇന്റർകണക്ട് ചെയ്യുക. അപ്പൊ എഫിഷ്യന്റ് സ്റ്റേഷനിൽ നമുക്ക് എന്ത് ചെയ്യാം? ത്രൂ ഔട്ട് ബേസ് ലോഡ് പവറും കൊടുക്കാം. ലെസ് എഫിഷ്യന്റ് ആയിട്ടുള്ള നമുക്ക് എന്ത് ചെയ്യാം? പീക്ക് ലോഡ് സപ്ലൈ ചെയ്യാനുള്ള രീതിയിലും നമുക്ക് സെറ്റ് ആക്കാം. ഇനി കുറച്ച് കോമൺലി യൂസ്ഡ് ടേംസ്, അതുപോലെ നമുക്ക് കാൽക്കുലേഷന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഡെഫിനിഷൻസ് എന്തൊക്കെ നോക്കാം. ഓക്കെ, ഇലക്ട്രിസിറ്റി പ്ലാനിങ്, ഓപ്പറേഷൻ മാനേജ്മെന്റിൽ യൂസ് ചെയ്യുന്ന ഫോളോയിങ് ടേംസ് ആണ് നമ്മൾ പറയുന്നത്. കണക്റ്റഡ് ലോഡ്. എന്താണ് കണക്റ്റഡ് ലോഡ്? ഇറ്റ് ഈസ് ദ സം ഓഫ് ദ കണ്ടിന്യൂസ് റേറ്റിംഗ് ഓഫ് ഓൾ എക്യുപ്മെന്റ്സ് കണക്റ്റഡ് ടു സപ്ലൈ സിസ്റ്റം. എന്താണ്? എല്ലാ എക്യുപ്മെന്റിന്റെ മൊത്തം കണക്ട് ചെയ്തിട്ടുള്ളതിന്റെ റേറ്റിംഗ്സ് ആണ് നമ്മൾ പറയുന്നത് കണക്റ്റഡ് ലോഡ്. എ പവർ സ്റ്റേഷൻ സപ്ലൈസ് ലോഡ് ടു തൗസൻഡ്സ് ഓഫ് കൺസ്യൂമേഴ്സ്. ഒരു പവർ സ്റ്റേഷൻ ഒരുപാട് കൺസ്യൂമേഴ്സിന് എന്ത് ചെയ്യും? പവർ സപ്ലൈ ചെയ്യും. ശരിയല്ലേ? Each consumer has certain equipment installed in his premises. ഓരോ കൺസ്യൂമറിന്റെ അവിടെ ഇപ്പൊ എന്റെ വീട്ടിലുള്ള സാധനങ്ങളായിരിക്കില്ല നിങ്ങളുടെ അവിടെ, അതൊക്കെ വേരിയേഷൻ ഉണ്ടാവും. ഓക്കെ, the sum of the continuous ratings of the all equipments in the consumer's premises is the connected load of the consumer. അപ്പൊ നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാ കണക്ട് ചെയ്തിട്ടുള്ള, എന്റെ വീട്ടിലുള്ള എല്ലാ കണക്ട് ചെയ്തു, അപ്പൊ അങ്ങനത്തെ ആ കണക്ട് ചെയ്തിട്ടുള്ള അതിനാണ് പറയുന്നത് കണക്റ്റഡ് ലോഡ്. For instance, if a consumer has connection of 500 watt lamps and a power point of 500 watts, then connected load of the consumer is 5 into 100 plus 500. ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങളുടെ വീട് എടുക്കാം. വീട്ടില് ഒരു 100 വാട്ടിന്റെ 5 ലാമ്പ് ഉണ്ട്, 500 വാട്ടിന്റെ ഒരു പവർ പോയിന്റ് ഉണ്ട്, ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ അതെന്ത് ചെയ്യാം? മൊത്തം 5 ബൾബ് ഇൻറ്റു 100 വാട്ട് പ്ലസ് 500 വാട്ടിന്റെ പവർ, അങ്ങനെ 1000 വാട്ട്സ് ആണ് അതിന്റെ കണക്റ്റഡ് ലോഡ്. The sum of the connected loads of all the consumers is the connected load to the power station. Okay, അപ്പൊ ഈ കൺസ്യൂമേഴ്സിന്റെ എല്ലാ കണക്റ്റഡ് ലോഡും കൂടിയിട്ട് ആഡ് ചെയ്താണ് ഒരു പവർ സ്റ്റേഷന്റെ കണക്റ്റഡ് ലോഡ് പറഞ്ഞത്. നെക്സ്റ്റ്, മാക്സിമം ഡിമാൻഡ് ഓർ പീക്ക് ലോഡ്. എന്താണ് മാക്സിമം ഡിമാൻഡ് ഓർ പീക്ക് ലോഡ്? ഇറ്റ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ഡിമാൻഡ് ഓഫ് ലോഡ് ഓൺ ദ പവർ സ്റ്റേഷൻ ഡ്യൂറിംഗ് എ ഗിവൺ പീരീഡ്. ഒരു ഗിവൺ പീരീഡിലുള്ള ഏറ്റവും ഗ്രേറ്റസ്റ്റ് ഡിമാൻഡ് ഓഫ് ലോഡിനാണ് നമ്മൾ എന്താ പറയാ? മാക്സിമം ഡിമാൻഡ് അല്ലെങ്കിൽ പീക്ക് ലോഡ് പറയാം. The load on the power station varies from time to time. നമ്മൾ നേരത്തെ പറഞ്ഞു, the maximum of all the demands that have occurred during a given period, say a day, is the maximum demand. അപ്പൊ ഒരു ദിവസത്തെ കണക്കെടുത്ത് കഴിഞ്ഞാൽ അന്ന് ഏറ്റവും കൂടുതൽ ഏത് ടൈമാണ് വന്നത്, അതിനാണ് നമ്മൾ എന്താ പറയാ? വന്ന ആ ഡിമാൻഡിനാണ് പറയാ മാക്സിമം ഡിമാൻഡ് പറയാം. അപ്പോ നമ്മളൊരു ലോഡ് കർവ് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ മാക്സിമം ഡിമാൻഡ് ഓഫ് പവർ സ്റ്റേഷൻ എപ്പോഴാണ് ഒക്കർ ചെയ്തിട്ടുള്ളത്? ഇവിടെയാണോ? അല്ല. ഇവിടെയാണോ? അല്ല, ഇവിടെയാണ്. ദാറ്റ് ഈസ് 6 മെഗാവാട്ട് ആണ് വന്നിട്ടുള്ളത് അല്ലെ. ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതാ 6 മെഗാവാട്ട് ആണ് വന്നിട്ട് അറ്റ് ദ ടൈം ഓഫ് ഈവനിങ് 6 o'clock കഴിഞ്ഞിട്ട് അല്ലെ. അപ്പൊ ഈ ടൈമാണ് മാക്സിമം ഡിമാൻഡ്. ഇറ്റ് ഈസ് ജനറലി ലെസ് ദാൻ ദ കണക്റ്റഡ് ലോഡ്. എപ്പോഴും മാക്സിമം ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ കണക്റ്റഡ് ലോഡിനെക്കാളും കുറവായിരിക്കും. ബിക്കോസ് ഓൾ ദ കൺസ്യൂമേഴ്സ് ഡു നോട്ട് സ്വിച്ച് ഓൺ ദെയർ കണക്റ്റഡ് ലോഡ് ടു ദ സിസ്റ്റം അറ്റ് എ ടൈം. ഒരു സിസ്റ്റത്തിലോട്ട് എല്ലാ കൺസ്യൂമേഴ്സും ഫുള്ള്, ഇപ്പൊ നിങ്ങൾ നോക്കിയിട്ട് ഒരു 5 വീട് എടുക്കുക, 5 വീടിലും എല്ലാ സാധനങ്ങളും എപ്പോഴും ഓൺ ചെയ്തിട്ടോ? ഇല്ല, ഒരിക്കലും ഓൺ ചെയ്തിട്ടില്ല അല്ലെ. The knowledge of maximum demand is very important as it helps in determining the installed capacity of the station. Installed capacity of a station അറിയാൻ വേണ്ടിയിട്ട് ഇത് അറിയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. The station must be capable of meeting the maximum demand. സ്റ്റേഷൻ എന്തായിരിക്കണം? മാക്സിമം ഡിമാൻഡ് ചെയ്യാൻ നമ്മൾക്ക് മീറ്റ് ചെയ്യാൻ പറ്റണം. നെക്സ്റ്റ്, ഡിമാൻഡ് ഫാക്ടർ. ഡിമാൻഡ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റേഷ്യോ ബിറ്റ്വീൻ എന്താണ്? മാക്സിമം ഡിമാൻഡ് ആൻഡ് കണക്റ്റഡ് ലോഡ്. അപ്പൊ ഡിമാൻഡ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ പറഞ്ഞു, കണക്റ്റഡ് ലോഡ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ കണക്ട് ചെയ്ത ലോഡ്, മാക്സിമം ഡിമാൻഡ് ടു കണക്റ്റഡ് ലോഡ് ആണ് എന്ത് വരുന്നത്? ഡിമാൻഡ് ഫാക്ടർ. അപ്പൊ നമ്മൾ പറഞ്ഞു ഡിമാൻഡ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ മാക്സിമം ഡിമാൻഡ് ബൈ കണക്റ്റഡ് ലോഡ്. കണക്റ്റഡ് ലോഡ് ആണ് എപ്പോഴും കൂടുതൽ അല്ലെ. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് യൂഷ്വലി ലെസ് ദാൻ 1 ആണ് എന്ത്? ഡിമാൻഡ് ഫാക്ടർ. It is expected because maximum demand on the power station is generally less than the connected load, right? If the maximum demand on the power station is 80 megawatt and the connected load is 100 megawatt, then demand factor is 80 by 100, that is 0.8. The knowledge of demand factor is vital in determining the capacity of the plant equipment. About demand factor എന്താണ്, എത്ര ഉണ്ട് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം.
ഇനി ആവറേജ് ലോഡ് ഓർ ആവറേജ് ഡിമാൻഡ് എന്താണെന്നുള്ള ശരിക്കും ഓരോന്നും പഠിച്ചോട്ടോ. ആവറേജ് ലോഡ് ഓർ ആവറേജ് ഡിമാൻഡ് എന്താണ് ആവറേജ് ലോഡ് അല്ലെങ്കിൽ ആവറേജ് ഡിമാൻഡ്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എന്താണ് average of loads occurring on the power station in a given period, day or month or year is known as average load or average demand. അതായത് ആവറേജ് ഒരു ദിവസം എടുക്കുക, നിങ്ങൾക്ക് എത്ര ആവറേജ് യൂസ് ചെയ്തു, ഒരു മാസം എടുക്കുക, ഈ മാസം എത്ര ആവറേജ് യൂസ് ചെയ്തു, ഒരു കൊല്ലം എടുക്കുക, എത്ര ആവറേജ് യൂസ് ചെയ്തു. അപ്പൊ ഡെയിലി ആവറേജ് ലോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് യൂണിറ്റ്സ് ജനറേറ്റഡ് ഇൻ എ ഡേ. യൂസ് ചെയ്തല്ല, ഇവിടെ നമ്മൾ പവർ സ്റ്റേഷൻ വെച്ചിട്ട് പറയുമ്പോൾ ജനറേറ്റ് ചെയ്തിട്ട് വെച്ചിട്ടാണ് പറയുന്നത്. ഡെയിലി ആവറേജ് ലോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് യൂണിറ്റ്സ് ജനറേറ്റഡ് പെർ ഡേ ഡിവൈഡ് ബൈ എത്ര അവർ ഉണ്ട്? 24 hours. മന്ത്ലി ആവറേജ് ആണെങ്കിലോ നമ്പർ ഓഫ് അവേഴ്സ് ഇൻ എ മന്ത്. നമ്പർ ഓഫ് യൂണിറ്റ്സ് ജനറേറ്റഡ് ഇൻ എ മന്ത് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് അവേഴ്സ് ഇൻ എ മന്ത്. ഇയർലി ആവറേജ് ലോഡ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് യൂണിറ്റ്സ് KWH ലാണ് ജനറേറ്റഡ് ഇൻ എ ഇയർ ഡിവൈഡഡ് ബൈ 8760. അതെങ്ങനെയാണ്? നമ്മളുടെ 24 hours ഇൻറ്റു എന്താണ് 365 ഡേയ്സിന്റെ. ഓക്കെ, നമ്മൾ നേരത്തെ മാക്സിമം ഡിമാൻഡ് ഫാക്ടർ പഠിച്ചു. ഡിമാൻഡ് ഫാക്ടർ എന്തായിരുന്നു? മാക്സിമം ഡിമാൻഡ് ബൈ ആവറേജ് ലോഡ്, കണക്റ്റഡ് ലോഡ് ആയിരുന്നു അല്ലെ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആവറേജ് ലോഡ് എന്താ പഠിച്ചു. ഇനി പോണത് ലോഡ് ഫാക്ടർ ആണ്. ലോഡ് ഫാക്ടർ ഇസ് ദ റേഷ്യോ ഓഫ് എന്താണ് ആവറേജ് ലോഡ് ടു ദ മാക്സിമം ഡിമാൻഡ്. അതാണ് ലോഡ് ഫാക്ടർ അല്ലെ. അപ്പോൾ ആവറേജ് ലോഡ് എത്ര ഉണ്ടായിരുന്നു? അത് ഡിവൈഡഡ് ബൈ മാക്സിമം ഡിമാൻഡ്. ഇഫ് ദ പ്ലാന്റ് ഈസ് ഇൻ ഓപ്പറേഷൻ ഫോർ T hours, ഒരു T hours വർക്ക് ചെയ്യാൻ വിചാരിക്കുക. അപ്പൊ ലോഡ് ഫാക്ടർ എന്തായിരിക്കും? ആവറേജ് ലോഡ് ഇൻറ്റു T hours ഡിവൈഡഡ് ബൈ മാക്സിമം ലോഡ് ഇൻറ്റു T hours. ദാറ്റ് ഈസ് യൂണിറ്റ്സ് ജനറേറ്റഡ് ഇൻ T hours ഡിവൈഡഡ് ബൈ maximum demand into T hours. Okay, the load factor may be daily load factor ആവാം, monthly load factor ആവാം, annual load factor ആവാം. If the time is considered as a day, month or year, ഏതാണ് day ആണെങ്കിൽ daily load factor considered. It is always less than 1 because average load is smaller than the maximum demand. What is the influence of load factor on the cost of generation? The load factor plays key role in determining the overall cost of per unit generated. Higher the load factor of the power station, lesser will be the cost per unit generated. It is because higher load factor means lesser demand, maximum demand. അപ്പോൾ ലോഡ് ഫാക്ടർ കൂടുകയാണെന്നുണ്ടെങ്കിൽ, അതായത് മാക്സിമം ഡിമാൻഡ് കുറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് കോസ്റ്റ് ഓഫ് എനർജി എന്താണ്, യൂണിറ്റ്സ് ജനറേറ്റഡ് എന്താണ്, കോസ്റ്റ് പെർ യൂണിറ്റ് ജനറേറ്റഡ് കുറവാണ്. The station capacity is so selected that it must meet the maximum demand. Now, lower maximum demand means lower capacity of the plant, which therefore reduces the cost of the plant. അപ്പോൾ മാക്സിമം ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു സബ്സ്റ്റേഷൻ ഡിസൈൻ ചെയ്യുക അല്ലെ. അപ്പൊ ഇവിടെ മാക്സിമം ഡിമാൻഡ് കുറയുകയാണെന്നുണ്ടെങ്കിൽ ലോവർ കപ്പാസിറ്റി ഓഫ് ദ പ്ലാന്റ് മതി. അപ്പൊ നമുക്ക് എന്താണ് ഇനീഷ്യൽ ആയിട്ടുള്ള കോസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റും? റെഡ്യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഡൈവേഴ്സിറ്റി ഫാക്ടർ. ഇതൊരു ഇമ്പോർട്ടന്റ് ടേം ആണ്. ഡൈവേഴ്സിറ്റി ഫാക്ടർ, ഡിമാൻഡ് ഫാക്ടർ, ലോഡ് ഫാക്ടർ, ഇത് ഇങ്ങനത്തെ ഡെഫിനേഷൻസ് ഒക്കെ ചിലപ്പോൾ ചോദിക്കാം. എന്താണ് ഡൈവേഴ്സിറ്റി ഫാക്ടർ? ചിലപ്പോൾ ചോദിക്കാം ഹൗ ക്യാൻ യു ഇംപ്രൂവ് ദ ഡൈവേഴ്സിറ്റി ഫാക്ടർ ഓഫ് എ പവർ സ്റ്റേഷൻ. ഓക്കെ, അപ്പൊ എന്താ ഡൈവേഴ്സിറ്റി ഫാക്ടർ എന്നാൽ നമ്മളുടെ ഇൻഡിവിജ്വൽ മാക്സിമം ഡിമാൻഡ് ഉണ്ടല്ലോ. ഇൻഡിവിജ്വൽ മാക്സിമം ഡിമാൻഡ് പറഞ്ഞാൽ ഓരോ കൺസ്യൂമറിന്റെ മാക്സിമം ഡിമാൻഡ് ഡിവൈഡഡ് ബൈ മാക്സിമം ഡിമാൻഡ് ഓൺ പവർ സ്റ്റേഷൻ. അപ്പോൾ ഒരു ഉദാഹരണം എടുക്കുക, നമ്മളൊരു 5 ആൾക്കാരുണ്ട് വിചാരിക്കുക, അല്ലെങ്കിൽ 10 ആൾക്കാർ. നമ്മളുടെ മാക്സിമം ഡിമാൻഡ് ഡിവൈഡഡ് ബൈ അവിടുന്ന് വരുന്ന ഏത് പവർ സ്റ്റേഷൻ ആണോ വരുന്നത് അതാണ് ഡൈവേഴ്സിറ്റി ഫാക്ടർ. ദിസ് ഈസ് ഇത് എന്തുകൊണ്ടാണ് പറയുന്നത്? there is diversification in individual maximum demand, that is maximum demand of some consumers may occur at one time while the others at some other time, hence the name diversity factor. എന്താ കാരണം വെച്ചാല്, ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ റോൾ നമ്പർ 10 എന്ന് വിചാരിക്കാം. റോൾ നമ്പർ 10ന്റെ വീട്ടില് രാത്രി 10 മണി തൊട്ടിട്ട് 12 മണി വരെ എന്താണ് ഇവര് AC ഇട്ട് കിടക്കും. വേറൊരു കുട്ടിയുടെ വീട്ടിൽ AC ഇട്ട് കിടക്കില്ല. വേറൊരു കുട്ടിയുടെ വീട്ടിൽ പകലാണ് AC ഇട്ട്. അപ്പൊ ഓരോരുത്തരുടെയും മാക്സിമം ഡിമാൻഡ് ഇതിന്റെയും മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഇതിന് ഡൈവേഴ്സിറ്റി ഫാക്ടർ എന്ന് വരാൻ കാരണം. ഓക്കെ, എ പവർ സ്റ്റേഷൻ സപ്ലൈസ് ലോഡ് ടു വേരിയസ് ടൈപ്സ് ഓഫ് കൺസ്യൂമേഴ്സ് whose maximum demands generally do not occur at the same time. Therefore, the maximum demand on the power station is always less than the sum of individual maximum demands of the consumers. Obviously, diversity factor will also always be greater than 1. കാരണം എന്താണ്? സം ഓഫ് ഇൻഡിവിജ്വൽ മാക്സിമം ഡിമാൻഡ് എന്തായിരിക്കും? നമ്മൾക്ക് കൂടുതലായിരിക്കും. ഓക്കെ, നെക്സ്റ്റ്, how to improve diversity factor of a power station. The greater the diversity factor, lesser is the cost of generation of the power. Greater diversity factor means lesser maximum demand. This in turn means the lesser plant capacity is required. Thus, the capital investment on the plant is reduced. A high diversity factor is always beneficial for economic operation of the system, which can be achieved by
giving incentives to users to use power in light load period. Use daylight saving. Staggering office time, that is stagger arrange hours of work so that they do not coincide. Having two-part tariff in which consumer has to pay an amount dependent on the maximum demand he makes plus a charge for each unit of energy consumed. അതായത് ഈ ഡൈവേഴ്സിറ്റി ഫാക്ടർ എപ്പോഴും ഗ്രേറ്റർ ദാൻ 1 ആണ് വരുന്നത് അല്ലെ. അപ്പൊ ഈ മാക്സിമം ഡിമാൻഡ് ഓൺ ദ പവർ സ്റ്റേഷൻ എന്ത് ചെയ്യണം, മാക്സിമം കുറക്കണം. അങ്ങനെ കുറച്ചുള്ള ഗുണം എന്താ വെച്ചാല് അതാ പറയുക, ഗ്രേറ്റർ ഡൈവേഴ്സിറ്റി ഫാക്ടർ മീൻസ് ലെസർ മാക്സിമം ഡിമാൻഡ്. മാക്സിമം ഡിമാൻഡ് കുറയണം. സം ഓഫ് ഇൻഡിവിജ്വൽ മാക്സിമം ഡിമാൻഡ് എന്ത് ചെയ്യണം, കൂടണം അല്ലെ. ഓക്കെ, ദിസ് ഇൻ ടേൺസ് മീൻസ്, അപ്പൊ ഇത് എന്തുകൊണ്ടാണ് ഗ്രേറ്റർ 1 വരാൻ കാരണം? ഇപ്പോ ചിലരുടെ മാക്സിമം ഡിമാൻഡ് 10, അത് പല പല ടൈമിലാവുമ്പോൾ ഈ പവർ സ്റ്റേഷന്റെ മാക്സിമം ഡിമാൻഡ് അധികം ബാധിക്കില്ല, കാരണം അതൊരു ആവറേജ് ആയിട്ടാണ് പോവുക. അപ്പൊ പക്ഷെ ഇതൊക്കെ വേരിയേഷൻ ഉണ്ടാവും, അതുകൊണ്ടാണ് ഈ ഗ്രേറ്റർ 1 ആയിട്ട് വന്നത് കേട്ടോ. ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് നമ്മളുടെ പ്ലാന്റ് എന്ത് ചെയ്യാൻ പറ്റും, റെഡ്യൂസ് ചെയ്യാൻ പറ്റും ഹൈ ഡൈവേഴ്സിറ്റി ഫാക്ടർ ആണെങ്കിൽ. ഓക്കെ, അപ്പൊ എക്കണോമിക് ഓപ്പറേഷൻ ഓഫ് സിസ്റ്റത്തിനൊക്കെ പറ്റും. ഇനി എങ്ങനെ ഈ സം ഓഫ് ഇൻഡിവിജ്വൽ മാക്സിമം ഡിമാൻഡ്സ് കൂട്ടാം, എന്ത് ചെയ്യാം, ആൾക്കാർക്ക് ഇൻസെന്റീവ്സ് കൊടുക്കാം. നിങ്ങൾ ഇത്ര പവർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര പൈസ വരുള്ളൂ. നിങ്ങൾ കുറച്ച് പവറാണ് യൂസ് ചെയ്യുന്നത് ഇത്ര പൈസ വരും എന്ന് പറഞ്ഞാൽ ആൾക്കാർ എന്ത് ചെയ്യും, കൂടുതൽ യൂസ് ചെയ്യാൻ നോക്കും. യൂസിങ് ഡേലൈറ്റ് സേവിങ് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ ഓഫീസിന്റെ ടൈം എന്ത് ചെയ്യുക, ഷെഡ്യൂൾ ചെയ്യുക. ഓരോ ടൈം വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാനനുസരിച്ചിട്ട് ഷെഡ്യൂൾ ചെയ്യാം. പിന്നെ ടു പാർട്ട് താരിഫ്, ഇതും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വി ക്യാൻ ഇംപ്രൂവ് ദ ഡൈവേഴ്സിറ്റി ഫാക്ടർ ഓഫ് എ പവർ സ്റ്റേഷൻ. Next one, plant capacity factor or plant factor. It is the ratio of actual energy produced to the maximum possible energy that could have been produced during a given period of time. Plant capacity is also called installed capacity. Plant capacity factor is the actual energy produced by maximum energy that could have been produced. അതായത് ആക്ച്വൽ എനർജി പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും. ഇന്നിപ്പോ ഒരു 10 മെഗാവാട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അവിടുത്തെ മാക്സിമം പോസിബിൾ എന്തായിരിക്കും, 20 മെഗാവാട്ട് ആവും. അതാണ് പറയുന്നത് എനർജി ആവറേജ് എനർജി, ആക്ച്വൽ എനർജി പ്രൊഡ്യൂസ് ചെയ്തു മാക്സിമം എനർജി എത്ര വരെ പ്രൊഡ്യൂസ് ചെയ്യാന്നുള്ളത്. അതിന് അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ആവറേജ് ഡിമാൻഡ് ഇൻറ്റു ടി കൊടുക്കാം, ബൈ പ്ലാന്റ് കപ്പാസിറ്റി ഇൻറ്റു കൊടുക്കാം. ഇങ്ങനെയൊക്കെ ഡെറിവേഷൻസ് കൊടുക്കാം. സപ്പോസ് ദ പീരീഡ് ഈസ് ടി അവേഴ്സ്. എന്തുകൊണ്ടാണ് അത് കൊടുക്കാൻ കാരണം, ടി അവേഴ്സ് if the considered period is 1 year ആണെന്നുണ്ടെങ്കിൽ ടിക്ക് വരെ എന്ത് ചെയ്യാം, ആനുവൽ KWH ഔട്ട്പുട്ട് അല്ലെ, ഡിവൈഡ് ആനുവൽ. ഈ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താണ്, കിലോ വാട്ട് അവറിലാണ്, അത് തെറ്റരുത്. അപ്പോൾ ആനുവൽ എനർജി KWH ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ പ്ലാന്റ് കപ്പാസിറ്റി ഇൻറ്റു എത്ര ഇയർ ആണ്, 8760. Okay, the plant capacity factor is an indication of the reserve capacity of the plant. Plant capacity factor എന്ന് പറഞ്ഞാൽ അതിന്റെ reserve capacity ഇൻഡിക്കേറ്റ് ചെയ്യണം. A power station is so designed that it has some reserve capacity for meeting increased load demand in future. അതായത് പവർ സ്റ്റേഷനിൽ എപ്പോഴും ഒരു റിസർവ് കപ്പാസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും. കാരണം വെച്ചാൽ നമ്മളുടെ വീടുകൾ ഓരോ സ്ഥലത്തും ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. അപ്പൊ ലോഡ് ഡിമാൻഡിൽ വരുന്ന ഫ്യൂച്ചറിൽ വരുന്ന ഡിമാൻഡ് കുറെ മീറ്റ് ചെയ്യാൻ എന്ത് ചെയ്യും, ഈ റിസർവ് കപ്പാസിറ്റി പറ്റും. Therefore, the installed capacity of the plant is always somewhat greater than the maximum demand on the plant. മാക്സിമം ഡിമാൻഡിനെക്കാട്ടും എപ്പോഴും എന്താണ്, ഗ്രേറ്റർ ആയിരിക്കുന്നത് പ്ലാന്റ് കപ്പാസിറ്റി. അപ്പൊ റിസർവ് കപ്പാസിറ്റി എന്താണ്, പ്ലാന്റ് കപ്പാസിറ്റി മൈനസ് മാക്സിമം ഡിമാൻഡ് ആണ്. It is interesting to note that difference between load factor and plant capacity factor is an indication of reserve capacity. അതുപോലെ ലോഡ് ഫാക്ടറും പ്ലാന്റ് കപ്പാസിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, റിസർവ് കപ്പാസിറ്റി ആണ്. If the maximum demand on the plant is equal to the plant capacity, maximum demand plant capacity ഈക്വൽ ആയി കഴിഞ്ഞാൽ then load factor and plant capacity will have the same value. ആ കേസിൽ എന്താണ്, റിസർവ് കപ്പാസിറ്റി എന്തായിരിക്കും, 0 ആയിരിക്കും. ശ്രദ്ധിക്കുക, മാക്സിമം ഡിമാൻഡും പ്ലാന്റ് കപ്പാസിറ്റിയും സെയിം ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ പറയാലോ, റിസർവ് കപ്പാസിറ്റി അവിടെ ഇല്ല. ഓക്കെ, പ്ലാന്റ് യൂസ് ഫാക്ടർ എന്താണ്, പ്ലാന്റ് യൂസ് ഫാക്ടർ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് KWH ജനറേറ്റഡ് ടു ദ പ്രോഡക്റ്റ് ഓഫ് പ്ലാന്റ് കപ്പാസിറ്റി ആൻഡ് ദ നമ്പർ ഓഫ് അവേഴ്സ് ഫോർ വിച്ച് ദ പ്ലാന്റ് വാസ് ഇൻ ഓപ്പറേഷൻ. അതായത് പ്ലാന്റ് യൂസ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ സ്റ്റേഷൻ ഔട്ട്പുട്ട് ഇൻ KWH, എത്ര എനർജി സ്റ്റേഷൻ ജനറേറ്റ് ചെയ്തു, ഡിവൈഡഡ് ബൈ പ്ലാന്റ് കപ്പാസിറ്റി ഇൻറ്റു എത്ര നമ്പർ ഓഫ് അവേഴ്സ് എന്ത് ചെയ്ത് യൂസ് ചെയ്തു എന്നുള്ളത്. അതാണ് ഈ കാണിക്കുന്നത്. യൂണിറ്റ്സ് ജനറേറ്റഡ് per annum എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് ഓഫൻ റിക്വയർഡ് ടു KWH ജനറേറ്റഡ് പെർ. നമ്മൾ എത്ര ഒരു കൊല്ലം എടുത്തു എന്നുള്ള അറിയാൻ വേണ്ടിയിട്ട് മാക്സിമം ഡിമാൻഡും ലോഡ് ഫാക്ടർ എന്നാണ് അറിയുക. അതെങ്ങനെയാണ്, ലോഡ് ഫാക്ടർ ഈസ് ഈക്വൽ ടു ആവറേജ് ലോഡ് ബൈ മാക്സിമം ഡിമാൻഡ് ആണ്. നമുക്കറിയാം ആവറേജ് ലോഡ് ഈസ് ഈക്വൽ ടു മാക്സിമം ഡിമാൻഡ് ഇൻറ്റു ലോഡ് ഫാക്ടർ ആണ്. യൂണിറ്റ്സ് ജനറേറ്റഡ് per annum എന്ന് പറയുന്നത് എന്താണ്, ആവറേജ് ലോഡ് ഇൻ KW ഇൻ അവേഴ്സ് ഇൻ എ ഇയർ. അത് ആവറേജ് ലോഡ് ഇൻ KW നമുക്ക് എന്ത് എഴുതാം, മനസ്സിലായോ? ലോഡ് ഫാക്ടർ ആവറേജ് ലോഡ് ബൈ മാക്സിമം ഡിമാൻഡ് നമ്മൾ നേരത്തെ അവിടെ എഴുതി വെച്ചാണ്.
അപ്പൊ ഇതെല്ലാം നമ്മൾ ആവറേജ് ലോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ മാക്സിമം ഡിമാൻഡിൽ പോയി കഴിഞ്ഞാൽ മാക്സിമം ഡിമാൻഡിന്റെ ലോഡ് ഫാക്ടർ ആണ്. ഇനി യൂണിറ്റ്സ് ജനറേറ്റഡ് പെർ ആനം എന്ന് പറഞ്ഞാൽ എന്താണ്, ആവറേജ് ലോഡ് ഇൻറ്റു അവേഴ്സ് ഇൻ എ ഇയർ. ഇവിടെ ആവറേജ് ലോഡ് പറഞ്ഞാൽ എന്താണ്, മാക്സിമം ലോഡ് ഇൻറ്റു ലോഡ് ഫാക്ടർ ആണ്. അത് ഇവിടെ എഴുതി, മാക്സിമം ലോഡ് ഇൻറ്റു ലോഡ് ഫാക്ടർ ഇൻറ്റു അവേഴ്സ് ഇൻ എ ഇയർ എന്ന് പറഞ്ഞാൽ 3655 ഇൻറ്റു 24. നെക്സ്റ്റ് ലോഡ് കർവ്. ഇതാണ് ഒരു ലോഡ് കർവിന്റെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്കെച്ച്. അതായത് നമ്മൾ ഒരു പവർ സ്റ്റേഷനിൽ ഓരോ ടൈമിലുള്ള ലോഡ് വേരിയേഷൻ ആണ് നമ്മൾ എന്ത് പറയാ, ലോഡ് കർവ്. അത് പ്ലോട്ട് ചെയ്ത് വെക്കും, അതിനാണ് നമ്മൾ എന്ത് പറയാ, ലോഡ് കർവ് പറയാം. ഇത് ഒരിക്കലും കോൺസ്റ്റന്റ് ആയിരിക്കില്ല, ഓരോ ടൈമിലും വേരി ചെയ്തുകൊണ്ടിരിക്കും. ദിസ് ലോഡ്സ് ഹോൾ ഡേ 24 അവേഴ്സ് നമ്മൾ ഹാഫ് ഇയർലി ആയിട്ടും അവർലി ആയിട്ടും ഒക്കെ പ്ലോട്ട് ചെയ്യും. അതായത് നമ്മൾ പീക്ക് ലോഡിന്റെ ടൈമില് നോർമലി ഇപ്പൊ KSEBിയിലൊക്കെ നടക്കണത് എന്താ വെച്ചാല്, രാവിലെ 6 മണി തൊട്ടിട്ട് ഒരു 8 മണി വരെ എന്ത് ചെയ്യും, എല്ലാവരും ഓഫീസിൽ പോകാനുള്ള തിരക്കും അങ്ങനെ ഫുൾ ലൈറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, അരമണിക്കൂർ വെച്ചിട്ട് റീഡിംഗ് എടുക്കും, KWH റീഡിംഗ് എടുക്കും. അതുപോലെ വൈകിട്ട് 6 മണി തൊട്ടിട്ട് ഒരു 10 മണി വരെ എടുക്കും. ബാക്കിയുള്ള എല്ലാ ടൈമിലും ഇത് 1 അവർ വെച്ചിട്ടാണ് പറയുക. അതാണ് ഈ പറഞ്ഞു വന്നത്. The curve thus obtained is known as daily load curve. ഇതിനാണ് പറയാ ഡെയിലി ലോഡ് കർവ്. അതേപോലെ മന്ത്ലി ലോഡ് കർവ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഫിഗർ ഷോസ് എ ടിപ്പിക്കൽ ഡെയിലി ലോഡ് കർവ് ഓഫ് പവർ സ്റ്റേഷൻ. ഇവിടെ നമുക്ക് എന്താണ് മാക്സിമം ലോഡ് എവിടെയാണ് വരുന്നത്, 6 മണിക്ക്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ആ സാധനം തന്നെ കേട്ടോ. അപ്പോ മന്ത്ലി ലോഡ് കർവ് നമുക്ക് ഡെയിലി ലോഡ് കർവ് ഉണ്ടാക്കാം. അപ്പൊ ഈ ഡെയിലി ലോഡ് കർവ് ഇങ്ങനെ വെച്ചിട്ട് അതിലത്തെ മിനിമം മാക്സിമം എടുക്കും, എന്നിട്ട് ഓരോ മന്തിലും അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ ഈ മന്ത്ലി ലോഡ് കർവ് എന്തിനാ വെച്ചാല് റേറ്റ്സ്, ഫിക്സ് ദ റേറ്റ്സ് ഓഫ് എനർജി, എത്ര എനർജിക്ക് റേറ്റ് ഫിക്സ് ചെയ്യുന്ന അറിയാൻ വേണ്ടിയിട്ടാണ്. ഇയർലി ലോഡ് കർവ് എന്തിനാണ്, മന്ത്ലി ലോഡ് കർവ് വെച്ചിട്ട് എന്ത് ചെയ്യും, ഇയർലി ലോഡ് കർവ് ഉണ്ടാക്കും. ഇയർലി ലോഡ് കർവ് ഈസ് ജനറലി യൂസ്ഡ് ടു ഡിറ്റർമിൻ ആനുവൽ ലോഡ് ഫാക്ടർ നോക്കാൻ എന്ത് ചെയ്യാണ്, ഇയർലി ലോഡ് കർവ് ചെയ്യും. ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, daily load curve have attained a great importance in generation as they supply the following information readily. The daily load curve shows the variations of load on the power station during different hours of the day. Daily load curve എന്ത് ചെയ്യും, variation of load on the power station during different hours of the day കാണിക്കും. The area under the daily load curve gives the number of units generated in the day. അതെന്താണ് units generated in the day എന്ന് പറഞ്ഞാൽ എന്താണ്, area in KWH under ഡെയിലി ലോഡ് കർവ്. അതായത് ആ ഫിഗറിൽ ഉണ്ടല്ലേ, ആ കർവിന്റെ അടിയിലുള്ള ടൈം. The highest point on the daily load curve represents maximum demand on the station on that day. ഇനി ഹയസ്റ്റ് പോയിന്റ് നമ്മൾ പറഞ്ഞില്ല 6 PM, അതാണ് മാക്സിമം ഡിമാൻഡ് കാണിക്കുന്നത്. ഇനി ആവറേജ് ലോഡ് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ അണ്ടർ ഡെയിലി ലോഡ് കർവ് ഡിവൈഡ് ബൈ 24 അവേഴ്സ്. ആവറേജ് ലോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, 24 മണിക്കൂറിന്റെ അടിയിലുള്ള ഡെയിലി ലോഡ് കർവിന്റെ അത് 24 അവർ ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഏരിയ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആവറേജ് ലോഡായി. ഇനി എന്താണ് ലോഡ് ഫാക്ടർ എന്താണ്, ആവറേജ് ലോഡ് ബൈ മാക്സിമം ഡിമാൻഡ് ആണ്. അപ്പോൾ 24 അവേഴ്സ് ആണെങ്കിൽ ആവറേജ് ലോഡ് ഇൻറ്റു 24 ഡിവൈഡ് ബൈ മാക്സിമം ഡിമാൻഡ് 24. അപ്പൊ അതിന് എന്ത് പറയാം, ഏരിയ അണ്ടർ ഡെയിലി ലോഡ് കർവ് ആണ് ഏരിയ ആവറേജ് ലോഡ് ഇൻറ്റു 25 അല്ലെ. ആവറേജ് ലോഡ് ഇൻറ്റു 24 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ അണ്ടർ ഡെയിലി ലോഡ് കർവ്. ടോട്ടൽ ഏരിയ ഓഫ് റെക്ടാംഗിൾ ഇൻ വിച്ച് ലോഡ് കർവ് ഈസ് കണ്ടിന്യൂഡ് ആണ് എന്ത്, കണ്ടന്റ് ആണ് മാക്സിമം ഡിമാൻഡ്. The load curve helps in selecting size, number of generating units എന്തൊക്കെയാണെന്നുള്ള ലോഡ് കർവിന്റെ ഹെൽപ്പ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. It helps in preparing the operation schedule of the station. ഒരു സ്റ്റേഷന്റെ ഓപ്പറേഷൻ ഷെഡ്യൂൾ എന്ത് ചെയ്യും, ഇത് നമുക്ക് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ലോഡ് ഡ്യൂറേഷൻ കർവ്. ലോഡ് ഡ്യൂറേഷൻ കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ലോഡ് ഡ്യൂറേഷൻ കർവ്. ഇത് ലോഡ് കർവ്. അതായത് ഇപ്പൊ ഇവിടെ നോക്കിയേ, ഈ മാക്സിമം ഉള്ളതിനെ പിടിച്ചിട്ട് ആദ്യം വെക്കും. അതായത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മാക്സിമം എത്ര, 8 to 16. അപ്പോൾ 8 മണിക്കൂർ 20 മെഗാവാട്ട്. പിന്നെന്താണ് 4 മണിക്കൂർ 15 മെഗാവാട്ട്. പിന്നെന്താണ് ഇവിടെ 4 മണിക്കൂർ കൊണ്ട് ഇവിടെ അത്രയും എന്താണ്, അങ്ങനെ ഡിസെൻഡിങ് ഓർഡറിൽ ഈ പറയണതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലോഡ് ഡ്യൂറേഷൻ കർവ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പറഞ്ഞതാണ് ഞാനിപ്പോ പറഞ്ഞ കാര്യങ്ങൾ. ലോഡ് കർവ് ഇനി നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് വായിച്ചു വെക്കാൻ മതി. ഓക്കെ, അപ്പൊ ഇത് മാക്സിമം ലോഡ് തൊട്ടിട്ട് മിനിമം ലോഡ് വരെ ആക്കുന്നതിനാണ് എന്ത് പറയാ, ലോഡ് ഡ്യൂറേഷൻ കർവ് എന്ന് പറയുന്നത്. പോസ്റ്റ് ചെയ്തിട്ട് വായിച്ചു വെക്കാം. ഞാൻ ഇതിന്റെ PPT നിങ്ങൾക്ക് തരും, PPT അല്ലെങ്കിൽ PDF ആക്കി തരും. ഓക്കെ, the following points may be noted about the load duration curve. എന്താണ് load duration curve gives the data in a more presentable form. നമുക്ക് എന്താണ് ഏറ്റവും മാക്സിമം ഉള്ള ആദ്യം, പിന്നെ കുറവ്, അങ്ങനെ നമുക്ക് എന്താ ഒരു മോർ പ്രസന്റബിൾ ഫോമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കിട്ടും. മാത്രമല്ല എത്ര അവർ എത്ര മാക്സിമം ഡിമാൻഡ് ഉണ്ടായിരുന്നു എന്നുള്ള പറയാൻ പറ്റും. In other words, it readily shows the number of hours during which the given load has prevailed. The area under the load duration curve is equal to the കറസ്പോണ്ടിങ് ലോഡ് കർവ്. അപ്പോൾ കറസ്പോണ്ടിങ് ലോഡ് കർവിന്റെ ഏരിയ തന്നെയാണ് ഇതിനുണ്ടാവുക. പക്ഷെ ഒബ്വിയസ്ലി ഏരിയ അണ്ടർ ലോഡ് കർവ് ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ വിൽ ഗിവ് ദ യൂണിറ്റ്സ് ജനറേറ്റഡ് ഓൺ ദ ഡേ.
The load duration curve can be extended to include any period. എത്ര പീരീഡ് വേണമെങ്കിലും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. By laying out the episode from 0 hour to 8760. ഇതേപോലെ നമ്മൾ 24 hours ചെയ്ത പോലെ 8760 hours വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാം. മനസ്സിലായോ? നമുക്ക് സിസ്റ്റത്തിലൊക്കെ സെറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ എൻ്റെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സമ്മറൈസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ the curve thus obtained is called annual load duration curve എന്നും പറയും.